പലപ്പോഴും സിനിമയിൽ കഥാപാത്രം പൂർണ്ണമാകുന്നതിനു വേണ്ടി പല രീതിയിൽ മേക്ക് ഓവർ നടത്തുന്ന സിനിമാ താരങ്ങളെ നാം കണ്ടിട്ടുണ്ട്. മേക്കപ്പിനൊക്കെ പുറമേയും ബോഡി ട്രാൻസ്ഫോർമേഷൻ നടത്തുന്നതും ഇപ്പോഴത്തെ കാലത്ത് ശ്രദ്ധേയമായ ഒന്നാണ്. എന്നാൽ ഇപ്പോൾ പൃഥ്വിരാജ് ബ്ലസ്സി കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ആടുജീവിതത്തിൽ പൃഥ്വിരാജിന്റെ ലുക്കാണ് പ്രേക്ഷകർക്കിടയിലെ പ്രധാന ചർച്ചാ വിഷയം. അതിൽ നജീബ് എന്ന കഥാപാത്രമാവുന്നതിനു വേണ്ടി പൃഥ്വിരാജ് ചെയ്ത ബോഡി ട്രാൻസ്ഫോർമേഷനാണ് ആളുകൾക്കിടയിലെ പ്രധാന ചർച്ച. തന്റെ നജീബ് എന്ന കഥാപാത്രത്തിനു വേണ്ടി ഏകദേശം 30 കിലോയോളമാണ് പൃഥ്വിരാജ് ഭാരം കുറച്ചത്. സിനിമ ഇറങ്ങിയ ശേഷം ഛായാഗ്രാഹകൻ സുനിൽ KS പൃഥ്വിരാജിന്റെ ബോഡി ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധേയമാവുകയാണ് ഇപ്പോൾ. സിനിമയിൽ പൃഥ്വിയുടെ ആ ബോഡി ട്രാൻസ്ഫോർമേഷൻ പൂർണ്ണമായും വെളിപ്പെടുത്തുന്ന ഒരു രംഗമുണ്ട്. സിനിമ ഇറങ്ങിക്കഴിഞ്ഞ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നതും ആ രംഗത്തെപ്പറ്റി തന്നെയാണ്. ഛായാഗ്രാഹകൻ സുനിൽ KS പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: 3 ദിവസം പട്ടിണി കിടന്ന് ഉച്ച മുതൽ വെള്ളം പോലും കുടിക്കാതെ രാത്രി 30 ml വോഡ്ക കൂടി കഴിച്ച ശേഷമാണ് പിറ്റേന്ന് ഉച്ചയ്ക്ക് ചിത്രീകരണത്തിനായി പൃഥ്വി എത്തിയത്. ഓരോ ഷോട്ടിനും സമയമുണ്ട്. ആ സമയത്ത് മാത്രമേ ഷോട്ട് എടുക്കുകയുള്ളൂ. പൃഥ്വിരാജ് 3 ദിവസമായി ഫാസ്റ്റിംഗ് ആണ്. തലേ ദിവസം ഉച്ച മുതൽ വെള്ളം കുടിച്ചിട്ടില്ല. പിന്നീട് 30 ml വോഡ്ക കൊടുത്തു. അതുകൂടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ശരീരത്തിലെ മുഴുവൻ ജലാംശവും വറ്റി ഡീഹൈഡ്രേറ്റഡ് ആയി. ഷോട്ടിനു വേണ്ടി പൃഥ്വിരാജിനെ ചെയറിൽ കൊണ്ടുവന്നിരുത്തി ഷോട്ടെടുത്ത് അതുപോലെ തിരിച്ചു കൊണ്ടാക്കും. ഷോട്ട് കഴിഞ്ഞിരുന്നാൽ പൃഥ്വിക്ക് എഴുന്നേൽക്കാനായി ആരുടെയെങ്കിലും സഹായം വേണമായിരുന്നു. അത്രയും ടയേർഡായിരുന്നു പൃഥ്വി. അന്നത്തെ ദിവസം ആ ഷോട്ട് മാത്രമേ എടുക്കുകയുള്ളൂ. ഇതായിരുന്നു ഛായാഗ്രാഹകന്റെ വാക്കുകൾ. സിനിമയ്ക്ക് വേണ്ടി 3 ദിവസം പട്ടിണി കിടന്ന ഉച്ച മുതൽ വെള്ളം പോലും കുടിക്കാതെ ബോഡി ട്രാൻസ്ഫോർമേഷൻ നടത്തുമ്പോഴും അത് നമ്മുടെ ശരീരത്തെ ഏത് തരത്തിൽ ബാധിക്കുമെന്നുകൂടെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇത്രയധികം നീണ്ടു നിൽക്കുന്ന ഡയറ്റ് പ്ലാനുകൾ നടത്തുമ്പോൾ അത് ശരീരത്തിൽ ബലഹീനത തുടങ്ങിയവ ഉണ്ടാക്കുന്നുവെന്നാണ് കൺസൾട്ടിംഗ് ഫിസിഷ്യൻ ഡോക്ടർ V ശർമ്മ പറയുന്നത്. ജലാംശം, പോഷകങ്ങൾ എന്നിവ നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞുപോയാൽ അത് ആരോഗ്യപരമായ പല അപകട സാധ്യതകളും ഉണ്ടാക്കും. ഒപ്പം ക്ഷീണം, തലകറക്കം, കോപം തുടങ്ങിയവയെല്ലാം ഇതിന്റെ ലക്ഷണങ്ങളായി മാറുകയും ചെയ്യും.